സമ്പത്തുള്ള നമ്മളാണ് നമ്മുടെ മക്കൾ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് വേണ്ടി നമ്മൾ ഓഹരി ചെയ്യാറില്ലേ? ഓരോരുത്തരും അവന്റെ ഇഷ്ടാനുസരിച്ചാണ് ഓഹരി ചെയ്യുന്നത്. ഇസ്ലാമിക ബാലപാഠം പഠിച്ചിട്ടാണോ ഓഹരി ചെയ്യുന്നത്? വസ്തു ഓഹരി ചെയ്യുമ്പോൾ, അനന്തര വസ്തുക്കൾ ഓഹരി ചെയ്യുമ്പോൾ അനന്തരാവകാശ നിയമങ്ങൾ ഖുർആനിലും ഹദീസിലും പഠിച്ച പ്രകാരമാണോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള മക്കൾക്ക് വാപ്പമാർ അവരുടെ സൗകര്യം പോലെ എഴുതി വെക്കുകയാണ്. ഉമ്മ പോയി വാപ്പാന്റെ ചെവിയിലെ തലയണ മന്ത്രം ഓതി കൊടുത്താൽ നമ്മുടെ മൂത്തമോ നമുക്ക് ഒത്തിരിയൊക്കെ ചെയ്തു തന്നല്ലേ. ഇളയവൻ തിരിഞ്ഞുപോലെ നിങ്ങളെ നോക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് മൂത്തവന് നിങ്ങളൊരു 3 ഏക്കർ എഴുതി കൊടുത്തിട്ട് ഇളയവന് ആ പുറമ്പോക്കിൽ നിന്ന് ഒരു 20 സെന്റ് കൊടുത്താൽ മതി. അവനെ കൊണ്ട് എന്താ ഗുണമുള്ളത്? ഈ വാപ്പാന്റെ ചെവിയിൽ പോയി ഉമ്മ പാതിരാത്രി 12 മണിക്ക് തലയണ മന്ത്രം പറയുമ്പോ വാപ്പ അത് അങ്ങോട്ട് സ്വീകരിക്കും. ആ ശരി, നാളെ അമ്മക്ക് വില്ലേജ് ആഫീസിൽ പോയിട്ട് നമുക്ക് ഇതുപോലൊക്കെ ചെയ്തു വെക്കാം. നാളെ കൊനിച്ചിരുത്തി വാപ്പാക്ക് വെടിയും കിട്ടും. ഈ മന്ത്രം ഓതിക്കൊടുത്ത ഉമ്മാക്കും കിട്ടും. മോൻ നമുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? നമ്മുടെ ബീജത്തിൽ ജനിച്ച മോനാണോ? അവന് അർഹതയുണ്ട് സമ്പത്തിന്. നിനക്ക് വാപ്പാക്ക് ഇനി ഭക്ഷണം തന്നിട്ടുണ്ടോ? ഉമ്മാക്ക് ഭക്ഷണം തന്നിട്ടുണ്ടോ? ഇതൊന്നും ഇവിടെ ചർച്ചയല്ല. നിന്റെ മോനാണോ നിന്റെ ഭാര്യയാണോ പ്രസവിച്ചത്? അവന്റെ ഹക്ക് നീ കൊടുത്തേ പറ്റുള്ളൂ. ഇനി നിനക്കവൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ആഖിറത്തിൽ അല്ലാഹ് പിടിച്ചോളും. അത് വേറെ. നിനക്കവൻ ചെയ്തിട്ടില്ല എങ്കിൽ ആഖിറത്തിൽ അല്ലാഹ് പിടിച്ചോളും. പക്ഷെ നീ ഉണ്ടാക്കിയ നിന്റെ മോന് അവന്റെ സമ്പത്ത് നീ കൊടുത്തില്ലെങ്കിൽ അത് നാളെ അള്ളാഹുവിന്റെ സമാനം പറഞ്ഞു പറ്റുള്ളൂ. നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതിപൂർവം നിങ്ങൾ പ്രവർത്തിക്കണേ. മാതാപിതാക്കളെ നീതിപൂർവം. മൂത്ത മോനിത്ര, ഇളയ മോനിത്ര, നടുവത്ത മകനിത്ര, ദുബായി നിൽക്കുന്നവനെത്ര, ഇവനിത്ര. ഇതൊന്നുമല്ല സമ്പത്തൊന്നുമല്ല. അനന്തരാവകാശ നിയമം ഇതൊന്നുമല്ല കേട്ടോ. ഇസ്ലാമിക നിയമം അനുസരിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ അവകാശം, ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ അവകാശം. ഇപ്പോ ഒരു താൻ കണ്ടില്ലേ, ഒരു വക്കീല് കണ്ടില്ലേ, വടക്കൻ ജില്ലയില് 3 പെമ്മക്കൾ ഉണ്ടായിട്ട് ആ പെമ്മക്കൾക്ക് മുഴുവൻ ഓഹരിയും വാപ്പാന്റെ ഓഹരി കിട്ടുകയില്ല എന്നത് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് കെട്ടിയ പെണ്ണിനെ ഒന്നും കൂടെ കെട്ടാൻ തയ്യാറായി. കാരണം പുതിയ നിയമം അനുസരിച്ച് സംഘപരിവാറിന്റെ ആശയാദർശമനുസരിച്ചുള്ള വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ഭർത്താവിന്റെ സമ്പത്ത് മുഴുവനും വാപ്പാന്റെ സ്വത്ത് മുഴുവനും നിലവിലുള്ള പെമ്മക്കൾക്ക് കിട്ടും. ഖുർആന് അത് എതിരാണ്. ഖുർആനിനെ ആണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? അതല്ല മുശ്രിക്കീങ്ങളുടെ നിയമത്തെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? മനസ്സിലാക്കുക. ഏത് നിയമത്തെയാ സപ്പോർട്ട് ചെയ്യുന്നത്? ഏത് നിയമത്തെയാ സപ്പോർട്ട് ചെയ്യുന്നത്? ഖുർആൻ എന്തിനാ പിന്നെ? ഹദീസ് എന്തിനാ പിന്നെ? ഖുർആനും ഹദീസും എന്തിനാണ്? വമാ കാന ലിമുഅ്മിനി വലാ മുഅ്മിന ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. പരിശുദ്ധമായ ഖുർആൻ എക്കാലത്ത് മാതൃകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കിവിടെ അവതരിപ്പിച്ച് തന്നില്ലേ? അത് ഖിയാമത്ത് നാൾ വരെ നമുക്കതിൽ മാതൃകയുണ്ട് കേട്ടോ. ലോകത്തിന് മാതൃകയാണത്. ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവും റസൂലും ഏതൊരു കാര്യമാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദീനിനെ നീ മാറ്റിമറിക്കാൻ ശ്രമിച്ചാൽ വ്യക്തമായി നീ പിഴച്ചു പോയവനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറഞ്ഞ വാക്കാണ്. ഖുർആൻ പറഞ്ഞ വാക്കാണ്. ഒരു സത്യവിശ്വാസിയെ അപേക്ഷിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിനെ അപേക്ഷിച്ചിടത്തോളം അള്ളാഹുവും റസൂലും ഒരു നിയമം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നിയമത്തിന് എതിരായിട്ട് എന്റെ ബുദ്ധിക്ക് ഗോചരമാകുന്ന കാര്യം നമ്മൾ ഉണ്ടാക്കാൻ നിന്ന അവൻ പിഴച്ചവൻ തന്നെ, യാതൊരു സംശയമില്ല. ഈ വക്കീല് പിഴച്ചുപോയി. കാരണം ഖുർആനെതിരെ ആര് പ്രവർത്തിക്കുന്നു അവൻ പിഴച്ചവനാണ്. ഇവിടെ അള്ളാഹ്ക്ക് നഷ്ടമൊന്നുമില്ല. നമ്മൾ പിഴച്ചതുകൊണ്ട് അള്ളാഹ്ക്ക് എന്താ നഷ്ടം? ഹബീബേ, ഞാൻ പിഴച്ചാൽ അള്ളാഹ്ക്ക് എന്താ നഷ്ടം? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ലക്ഷോപലക്ഷം മാലാഖമാരെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. 10,000-കണക്കിന് സ്വാലിഹീങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഔലിയാക്കൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ആരിഫീങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. 1,24,000-ൽ പരം അംബിയാ മുർസലീങ്ങൾ സ്വഹാബാക്കളും അവർക്ക് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാലിഹീങ്ങളായ മുഖ്ലിസീങ്ങളായ എത്രയോ പേര് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുക്ക് നമ്മളൊന്ന് സുജൂദ് ചെയ്യാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ ഇസ്സത്തിന് ഒരു കുറവും വരികയില്ല കേട്ടോ. അവന്റെ അഭിമാനത്തിന് ഒരു ക്ഷതം സംഭവിക്കുകയില്ല കേട്ടോ.
നമുക്ക് തന്നെയാണ് നഷ്ടം, നമുക്ക് തന്നെയാണ് നാശം. നാളെ ആഖിറം അള്ളാന്റെ കൈകളിലാണ്, നാളെ കോടതി അള്ളാന്റെ കൈകളിലാണ്. നാളെ മഹ്ശറ വൻസഭയിൽ ഈ നിരീശ്വരവാദികളെ, യുക്തിവാദികളെ, കുബുദ്ധികളെ അടക്കം ഒരുമിച്ച് കൂട്ടിയിട്ട് പടച്ചവൻ ചോദിക്കുകയാണ്, ആർക്കാണടാ ഇന്ന് സംസാരിക്കാൻ അവകാശമുള്ളത്? ആരാണടാ സംസാരിക്കാൻ അവകാശമുള്ളത്? പരിശുദ്ധമായ ഖുർആനും ഹദീസും എടുത്ത് ഉലമാക്കൾ പറയുമ്പോ അതിനെ യൂട്യൂബിലൂടെ കയറ്റിയിട്ട് ആവശ്യമില്ലാതെ അവിടെയും ഇവിടെയും കട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു തുണ്ട് കൊണ്ടുവന്നിട്ട് പൊക്കിപ്പിടിച്ച് ചിരിച്ചിട്ട് കൈയടിച്ച് അട്ടഹസിച്ച് വ്യൂസുകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നെറികെട്ട തെണ്ടികൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഓർക്കണേ, നാളെ ആഖിറത്തിൽ ഈ മരം കോന്തന്മാരെ പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, സംസാരിക്കടാ. ദുനിയാവിൽ യൂട്യൂബിലൂടെ നീ ഒരുപാട് സംസാരിച്ച് പണം ഉണ്ടാക്കിയവനല്ലേ, സംസാരിക്കടാ, ഇസ്ലാമിക നിയമങ്ങളെ പറയടാ. ഒരാൾക്ക് പോലും അവന്റെ ചൂണ്ടാണി വിരൽ അനക്കാൻ നാളെ സാധ്യമല്ല. ഇവിടെ തൊപ്പിയും തേങ്ങാ കൊലയൊക്കെ കിടന്ന് കളിക്കും. ആഖിറത്തിൽ അനങ്ങാൻ ഇവനെ കൊണ്ട് പറ്റൂല, ആഖിറത്തിൽ അനങ്ങാൻ ഇവനെ കൊണ്ട് പറ്റൂല. ലില്ലാഹിൽ മുൽകുൽ യൗം, അന്നത്തെ ദിവസം ആരുടെയാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ ലിമനിൽ മുൽകുൽ യൗം. ഇന്നത്തെ അതിശാധികാരി ആരാണ് പറയടാ? എത്രയെത്ര ഇസ്ലാമിനെ തേജോവധം ചെയ്യുന്ന വൃത്തികെട്ടവന്മാര് അവിടെ വന്ന് നിരന്ന് നിൽക്കും, നായ്ക്കളെ പോലെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോ അവരോട് അല്ലാഹ് ചോദിക്കും, ആരാണടാ ഇന്ന് സംസാരിക്കാൻ അവകാശമുള്ളവൻ? ലിമനിൽ മുൽകുൽ യൗം, ആർക്കാണടാ അധികാരമുള്ളത്? സംസാരിക്കടാ. ദുനിയാവിൽ നിന്റെ ഒളി ക്യാമറ വെച്ചിട്ട് മുറിക്കകത്തിരുന്നിട്ട് തെമ്മാടിത്തരം വിളമ്പിയവനല്ലേ, ഇന്ന് എന്തുകൊണ്ടാണ് നിനക്ക് നിന്റെ നാവ് ശബ്ദിക്കാത്തത്? വമാ അസ്കതഹുൽ യൗം, ഇന്നത്തെ ദിവസം നിന്റെ നാവിനെ നിശബ്ദമാക്കിയ വസ്തുത ഏതാണ്? പറയടാ അഹങ്കാരികളെ എന്ന് റബ്ബ് നാളെ വിളിക്കുമ്പോ ഒരാൾക്ക് പോലും സംസാരിക്കാൻ അവിടെ അവകാശമില്ല. അന്ന് സംസാരിക്കാൻ അവകാശമുള്ളത് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ആ പ്രജാപതിയായ പടച്ച തമ്പുരാനല്ലാതെ നാളെ അവിടുത്തെ തീരുമാനമെടുക്കാൻ ഒരൊറ്റ ശക്തിക്കും കഴിയില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസമുണ്ടാകും, ആ ദിവസത്തിന്റെ പേരാണ് മഹ്ശർ. അതുണ്ട്. എവിടം വരെ ഓടുന്നത്? എവിടം വരെ ഓടും? എത്ര ദിവസം ഓടും? എത്ര നാളോടും? ആരെ പേടിച്ചിട്ടോടും? എല്ലാം പള്ളിക്കാട് വരെ ഉള്ളു മക്കളെ, അതുവരെ ഉള്ളൂ. നിന്റെ റൂഹ് പോയ എല്ലാം തീർന്നു. റൂഹ് അവസാനിക്കുന്ന സമയം വരെ ഉള്ളൂ. ഈ പ്രൊപ്പഗണ്ട മൊത്തം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു. പിന്നെ നിനക്ക് ആർക്കും നിന്നെ ആർക്കും വേണ്ട. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിടുകയാണ്. മരിക്കുന്ന സമയത്ത് വലിയ കരച്ചിലും വിളിയും നിലവിളിയൊക്കെയാണ്. പിന്നെ നിന്നെ കുറിച്ച് തന്നെ ഒരു ചർച്ച പോലുമില്ല. എത്രയെത്ര മഹാരഥന്മാരാണ്, എത്രയെത്ര മേലാളന്മാരാണ്, എത്രയെത്ര മുതലാളികളാണ്, എത്രയെത്ര അധികാരികളാണ് ഈ ദുനിയാവ് ഭരിച്ചിട്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ഇന്ന് അവരെ കുറിച്ച് ഈ ലോകത്ത് ചർച്ചയുണ്ടോ? അവരെ ഇന്ന് ചർവിത ചർവണം നടത്തപ്പെടുന്നുണ്ടോ? അവരിന്ന് മണ്ണിനടിയില് ദുരിതം അനുഭവിക്കുകയായിരിക്കും കേട്ടോ. അവരെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ ഈ ദുനിയാവില് ഭൗതികമായ ലോകത്ത് ഒരു മനുഷ്യൻ പോലുമില്ല. കാരണം ഈ ദുനിയാവിൽ ചെയ്തു വെച്ചത് മൊത്തം തെമ്മാടിത്തരമാണ്. ഒരു നന്മയും ചെയ്തു വെച്ചിട്ടല്ല ഒരു അധികാരികളും പോയത്. എല്ലാ സമുദായത്തിന് എടങ്ങേറുണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ഇവന്റെ നാശമാണ് അവസാനം അധികാരികളെ നികൃഷ്ടരായി ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത്. അതാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങൾ മൊത്തവും. എല്ലാവർക്കും അതാണ്. അധികാരത്തിന്റെ പേരിൽ എന്തുമാകാം, അധികാരത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ എന്തുമാകാം. ഫിർഔനും കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു, ഖാറൂനും കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു, ഹാമാനും കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു, ഉബയ്യ് ഇബ്നു ഖലഫും കളിച്ചത് അങ്ങനെ തന്നെയാ. അബൂജഹലും കളിച്ചു, ഉത്ബത്തും കളിച്ചു, ശൈബത്തും കളിച്ചു. പക്ഷേ ഇവരോടൊക്കെ കളിച്ചവർക്ക് പണി കിട്ടിപ്പോയി കേട്ടോ. ബഹുമാനപ്പെട്ട പ്രവാചകന്മാരെ സ്വഹാബാക്കളെയും ഈമാനുള്ളവരോടുമാണ് ഇവര് കളിച്ചത്. ഇവര് തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞവരാണ്. അവസാനം ഈ ലോകത്ത് നിന്ന് നികൃഷ്ടരായി ചത്തുപോയില്ലേ. ഒരാള് പോലും അവരുടെ മൃതശരീരം ബഹുമാന പുരസ്സരം അടക്കാൻ പോലും തയ്യാറായില്ല. അബൂലഹബ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അബൂലഹബിനെ അല്ലാഹു ദഅവത്ത് ചെയ്ത്, അല്ലാഹുവിന്റെ റസൂൽ ദഅവത്ത് ചെയ്തില്ലേ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേൾക്കാൻ കുടുംബക്കാരനായ അബൂലഹബ് തയ്യാറാകാതെ വന്നപ്പോ അവിടെ കിടന്ന് ചീഞ്ഞഴി
അഴുകിയില്ലേ? വീടിന്റെ സമുച്ചയത്തിൽ ചീഞ്ഞഴുകി കിടന്ന നാറ്റമടിക്കുന്ന അയൽവക്കക്കാര് പരാതിയുമായി പോവുകയാണ്. ദുർഗന്ധം വമിക്കുന്നു. ആ ശരീരം അവിടെ നിന്ന് എടുത്തു മാറ്റണേ. സ്വന്തം മക്കള് പോലും തന്റെ പിതാവിന്റെ ശരീരം എടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോ എത്യോപ്യയിൽ നിന്ന് കറുത്ത വർഗക്കാരെ കൊണ്ടുവന്ന് ഒരു കുന്തം കൊണ്ട് അബൂലഹബിനെ കുത്തി വീട്ടിന്റെ മുകളിൽ നിന്ന് ചവറ്റുകൊട്ടയിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞു. അവിടെ കിടന്ന് പുഴുവരിച്ചാണ് ചത്തുപോയത്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അബൂലഹബ് സമ്പാദിച്ച കോടാനുകോടികളോ അവന്റെ സന്താനങ്ങളോ അവന് യാതൊരു ഗുണവും ചെയ്തില്ല. വളരെ നികൃഷ്ടനായി ഈ ലോകത്ത് നിന്ന് പുഴുവരിച്ച് ചത്തുപോയി. എന്ത് ഫായദ ഉണ്ടായി? ഫറോവ ചത്തതും അങ്ങനെ തന്നെയല്ലേ? ഞാനാണ് റബ്ബെന്ന് വാദിച്ചവനല്ലേ ഫറോവ? എന്റെ കാലിന്റെ കീഴിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നതെന്ന് വാദിച്ച ഫറോവ അവസാനം അവനെ വെള്ളം മുക്കിക്കൊല്ലാൻ തയ്യാറായപ്പോ ആ വെള്ളത്തിന്റെ ആഴക്കടലിലേക്ക് അവൻ ചാവുകയാണ്. അവൻ വെള്ളം കുടിച്ച് ചാവുകയാണ്. ഇതാ സമയത്ത് വിളിച്ചു പറയുന്നു, മൂസ, നിന്റെ മതമാണ് സത്യമെന്ന് ഞാൻ ഇപ്പോ മനസ്സിലാക്കുന്നു. വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് മൂസ, എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തി മൂസ. നീയും നിന്റെ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു മൂസ. അവനും ചത്ത് നികൃഷ്ടമായി പോയി. അവനും പോയത് വളരെ നികൃഷ്ടമായ അവസ്ഥയിലാണ്. കാറൂനും ചത്തത് അങ്ങനല്ലേ? ഇബ്രാഹിം നബിയെ ഇടങ്ങേറാക്കിയ നമ്രൂദും അവന്റെ അധികാരത്തിന്റെ കസേരയിൽ ഇരുന്നിട്ട് ചത്തത് അങ്ങനെയല്ലേ? കേവലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ ഒരു കൊതുകിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ അറബികളായ അഹങ്കാരികൾ പോലും ചോദിച്ചു, മുഹമ്മദേ, നിന്റെ റബ്ബിന് കൊതുകിനെ കുറിച്ചാണോ പറയാൻ ചർച്ച ചെയ്യാനുള്ളത്? എത്രയോ വലിയ വലിയ വന്യജീവികൾ ഈ ലോകത്തുണ്ടായിട്ട് നിന്റെ റബ്ബിന് കൊതുകിനെ മാത്രമേ ഉദാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വെല്ലുവിളിച്ചവരും അള്ളാന്റെ റസൂലിനെ ആക്രോശിച്ചവരും അള്ളാന്റെ റസൂലിനെ പ്രഹസനം കൊണ്ട് വേദനിപ്പിച്ചവരുമാണ്. എങ്കിൽ ഓർക്കണേ, അതേപോലൊരു കൊതുകായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വേദനിപ്പിച്ച നമ്രൂദിന്റെ മൂക്കിലൂടെ കയറ്റി തലയിലൂടെ കയറ്റി അവന്റെ സ്വന്തം കൈ കൊണ്ട് അവന്റെ തലക്കടിപ്പിച്ച് അല്ലാഹു തആല അധികാരത്തിന്റെ കസേരയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അവനെ കൊന്നുകളഞ്ഞത്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ, അധികാരം നിനക്ക് മാത്രമാണ് പടച്ചവനെ. നീയാണ് അധികാരി അല്ലാഹ്, നീയാണ് ഭരണാധികാരി അല്ലാഹ്. നിന്റെ കൈകളിലാണ് നീതിപീഠം പടച്ചവനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്നവർക്ക് ഓശാരമായിട്ടാണ് ഈ അധികാരം നീ നൽകുന്നത്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുമ്പോ അവനിൽ നിന്ന് അധികാരം നീ തിരിച്ചു പിടിക്കുന്നു അല്ലാഹ്. നീ ഇഷ്ടപ്പെടുന്നവരെ ഉയർത്തുന്നു അല്ലാഹ്, നീ ഇഷ്ടപ്പെടുന്നവരെ താഴ്ത്തി കളയുന്നു അല്ലാഹ്. ഇതിന്റെ മുഴുവനും അതീശാധികാരം നിനക്ക് മാത്രമാണ് പടച്ച റബ്ബേ. ഖുൽ അല്ലാഹുമ്മ മാലികൽ മുൽക്ക്. മാലികൽ മുൽക്ക് അല്ലാഹ്. മാലിക്കുൽ മുൽക്ക് അല്ലാഹ്. ഈ ലോകത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹ്. ഈ ലോക സമ്പത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹ്. അംബാനിയും അദാനിയും ഒന്നും അല്ല സമ്പത്തിന്റെ ഉടമസ്ഥൻ, അല്ലാഹ്. അംബാനിക്കോ അദാനിക്കോ ഒരു രോഗം വരട്ടെ, അവന്റെ കോടാനുകോടി സമ്പത്ത് കൊണ്ട് അവന്റെ രോഗത്തെ പരിഹരിക്കാൻ സാധ്യമല്ല. എത്രയെത്ര സമ്പന്നന്മാരാണ് ഇപ്പോൾ രോഗം പിടിപെട്ട് മരിച്ചുപോയത്. എന്തുകൊണ്ട് അവരുടെ സമ്പത്ത് കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല? ഒരിക്കലും അത് സാധ്യമല്ല സഹോദര. കാരണം അവന്റെ കൈകൾ അല്ലാഹുവിന്റെ ദർബാറിലാണ്. അല്ലാഹുവാണ് അവരെ നിയന്ത്രിക്കുന്നത്. അല്ലാഹുവാണ് അവർക്ക് റൂഹ് കൊടുത്തത്. അല്ലാഹുവാണ് അവർക്ക് ആയുസ് നൽകിയത്. ആ ആയുസിനെ അവൻ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് തിരിച്ചു പിടിക്കുമ്പോ കോടാനുകോടികൾ ഉണ്ടായിട്ട് കാര്യമില്ല. അതൊക്കെ ആശുപത്രിക്കാർ എഴുതിയെടുത്തിട്ട് അവസാനം അഫ്സോസ്, ഖേദം, സോറി 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 എന്ന വാക്കോടുകൂടി ഐസിയുവിൽ നിന്ന് ഡോക്ടർമാര് കൈമലർത്തി കേട്ട് വരും, അദ്ദേഹം എക്സ്പയർ ആയി മരിച്ചുപോയി കേട്ടോ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 75 ലക്ഷമാണ് ബില്ല് കേട്ടോ, 75 ലക്ഷം. എന്നിട്ട് എന്ത് കിട്ടി? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത്രയേ ഉള്ളൂ സഹോദര.
ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ മഹലിലെ ഒരു സഹോദരൻ ആക്സിഡന്റ് ആയി. തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഡോക്ടർമാരടക്കം അവിടുത്തെ ആശുപത്രി ജീവനക്കാരടക്കം പറഞ്ഞു 75 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നോക്കാം. അല്ലാഹു അക്ബർ. 75 ലക്ഷം രൂപ. അള്ളാഹു അപ്പൊ നമ്മുടെ ശരീരത്തിന് തന്നിരിക്കുന്ന അവയവങ്ങളുടെ കണക്ക് നീ ഒന്ന് കണക്കിട്ടെ സഹോദര. ഒരു ബൈപ്പാസ് സർജറി ചെയ്യണമെങ്കിൽ 5 ലക്ഷം 6 ലക്ഷം, ഓപ്പൺ സർജറി ആണെങ്കിൽ 10 ലക്ഷം 12 ലക്ഷം, ക്യാൻസറിന്റെ രോഗം വന്ന് മജ്ജ മാറ്റി വെക്കണമെങ്കിൽ 1 കോടി രൂപ. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ സാക്ഷിയാണ്. ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ, കരുനാഗപ്പള്ളിക്കാരനാണ്, 10 വയസ്സുകാരനായ പൊന്നുമോൻ മരിച്ചുപോയി. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കട്ടെ. വർഷങ്ങളോളം അവിടെ പോയി ചികിത്സിച്ചു. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കിടന്ന് ചികിത്സിച്ചു. അവസാനം അവര് പറഞ്ഞ ഒരു വഴിയാണ്, മജ്ജ മാറ്റിവെക്കണം, 1 കോടി രൂപ ചെലവാവും, 1 കോടി രൂപ ചെലവാവും. ഞാൻ ആ വാപ്പയോട് പറഞ്ഞു, സഹോദര നിങ്ങൾ ചെയ്യണ്ട, അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ പോകട്ടെ. സ്വർഗത്തിൽ ഈ മോനെ നമുക്ക് അള്ളാഹു നൽകും, നിങ്ങൾക്ക് ഇനിയും അള്ളാഹു മക്കളെ നൽകും. വെറുതെ എന്തിനാ നിങ്ങൾ ഇതിനു വേണ്ടി? ഇതിവന്മാരുടെ ഒരു കളിയാണ്. സുഹൃത്തുക്കളെ, തന്റെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി സ്വന്തം നാട്ടിലുള്ള സമ്പത്ത് മുഴുവനും വിറ്റ് 1 കോടി രൂപ കൊടുത്തു ഓപ്പറേഷൻ ചെയ്തു. 10ാമത്തെ ദിവസം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരുപാട് രൂപയും പോയി, വീടും പോയി, മോനും പോയി. പോയില്ലേ? എല്ലാം പോയില്ലേ? ഇതൊക്കെ ഒരു കച്ചവട സഹോദര. ഇതെല്ലാം ഒരു കച്ചവടം തന്നെയാണ്. ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. അല്ലെങ്കിൽ പിന്നെ എത്രത്തോളം ആശുപത്രി. പണ്ട് നമ്മൾ ആശുപത്രിയുടെ പരസ്യം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് ആശുപത്രികളുടെ പരസ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇത്ര രൂപയിൽ നിങ്ങൾക്ക് കൺസെഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്കുള്ള ചികിത്സ കിട്ടും, ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും. മക്കളില്ലയോ, നിങ്ങൾ വിഷമിക്കേണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി, ഇഷ്ടം പോലെ മക്കളെ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം, ഇതാ ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞ ഇങ്ങനെ പോസ്റ്ററോടെ പോസ്റ്റർ. മക്കളെ ഉണ്ടാക്കാണ്ടിരിക്കുകയാണ് ഇവന്മാരുണ്ടാക്കി തരുന്ന മക്കളെ നമുക്ക് എന്തിനാണ്? അള്ള തീരുമാനിച്ചുണ്ടാക്കി തരുന്ന മക്കളല്ലേ നമുക്ക് വേണ്ടത്. എന്തിനാണ് അതിന്റെ പിന്നാലെ നിങ്ങൾ പണം ചെലവാക്കാൻ പോണത്? അള്ള നിനക്ക് മക്കളെ തീരുമാനിച്ചുണ്ടായി തരും, ഇല്ലെങ്കിൽ ഇല്ല, സബൂർ ചെയ്ത് തീർന്ന്. എന്തിനാണ് ഈ അത്യാധുനിക ഉപകരണങ്ങളുടെ അവിടുന്ന് കുറച്ചെടുത്ത് ഇവിടുന്ന് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് ഇത്ര നാൾ വെച്ച് പിന്നെ അവിടെ കൊണ്ട് കിടത്തി, ഇവിടെ കിടത്തി, അവിടുന്ന് കുത്തി ഇവിടുന്ന് കുത്തി, കൊച്ചിനെ എടുത്തിട്ട് പിന്നെ 10 മാസം ഇങ്ങനെ തന്നെ മലന്ന് ഇങ്ങനെ തന്നെ കിടന്നോണം, തീരെഴുതി ഇങ്ങനെയൊക്കെ എന്തിനായി കോഴിക്കുഞ്ഞിനെ അടക്കോഴിയെ പോലെ വെച്ച് പൊരിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ സുഹൃത്ത്? ഇതൊക്കെ പൈസ ഉണ്ടാക്കാൻ ഇരിക്കല്ലേ. അല്ല ഫ്രീ ആയിട്ട് ഒരു കുഞ്ഞിനെ തന്നപ്പോ നിനക്ക് അതിന് വിലയില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ പോകുന്നത് ഈ ആധുനിക സംവിധാനത്തിലുള്ള ഒരു കുട്ടി വരുമ്പോ 10 ലക്ഷം 12 ലക്ഷം രൂപ ചെലവാ. ഫ്രീ ആയിട്ടല്ല ഒരു കുഞ്ഞിനെ നമുക്ക് തന്നപ്പോ വിലയില്ല. അല്ലാ നിന്നോട് ശുക്രില്ല, അല്ലാ നിന്നോടൊരു മതിപ്പുമില്ല. അല്ലാ فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. നമ്മുടെ മക്കൾ ഗർഭിണിയാകുമ്പോ അല്ലെ നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോ ഗർഭിണിയായതിന്റെ അടയാളം സിംബളങ്ങാനും കണ്ടാല് ഉടനെ തന്നെ അവർ ദുആ ചെയ്യും, പടച്ച റബ്ബേ ലൈനാ തൈതനാ സ്വാലിഹാ ലനകൂനന്ന മിനശ് ശാകിരീൻ. നീ ഒരു നല്ല ഒരു കുഞ്ഞിനെ തന്നാല്, സ്വാലിഹായ കുഞ്ഞിനെ തന്നാല് നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും പടച്ചവനെ, നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും പടച്ചവനെ. ഒരു സാലിഹായ കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് നൽകിയാൽ ഈ മക്കളുടെ ദുആ കേട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സാലിഹായ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ കൊടുത്താൽ ആ മക്കളെ ഈ മാതാപിതാക്കളെ വഴികേടിലേക്കല്ലേ കൊണ്ടുവിടുന്നത്. മക്കളില്ലാതെ ഇരുന്ന് കഷ്ടപ്പെട്ട് അല്ലാഹു തആല മക്കളെ കൊടുത്തു. ഈ മക്കളെ അവസാനം അല്ലാഹു തആല അവന് വേണ്ടിയിട്ട് കൊടുക്കാതെ എവിടെ കൊണ്ടുപോയി കൊടുത്തു? പാട്ടിനും ഗാനമേളയ്ക്ക് നൃത്തം ചവിട്ടാനും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജനങ്ങളുടെ മുന്നിൽ പോയിട്ട് കുഞ്ഞുമക്കള് പാട്ട് പാടിയിട്ട് ഒരുപാട് പണമുണ്ടാക്കാൻ, അതിന് സാക്ഷ്യം വഹിക്കാൻ മാതാപിതാക്കളും നമസ്കാര തഴമ്പുള്ള വാപ്പ അടക്കം വന്ന് ടിവിയുടെ മുന്നിൽ ഇരുന്നിട്ട് ഈ മക്കളെ അന്യപുരുഷന്മാരുടെ മുന്നിലിരുത്തി പാട്ട് പാടിപ്പിച്ച് കാശുണ്ടാക്കുകയല്ലേ. ഈ കുട്ടി ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ഈ വാപ്പ ദുആ ചെയ്തതാണ്, അല്ലാഹുവേ ഒരു സാലിഹായ കുട്ടിയാണ് നീ എനിക്ക് നൽകുന്നതെങ്കിൽ ആ കുട്ടിയെ ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തു കൊള്ളാം. അല്ലാഹു തആല ദുആ കേട്ടിട്ട് കുട്ടിയെ സാലിഹായി ദുനിയാവിലേക്ക് അയച്ചു. അവസാനം ആ കുട്ടിയെ കൊണ്ടുപോയി വിട്ടത് എവിടെയാണ്?
എവിടെയാണ്? തിയേറ്ററിന്റെ മുന്നിലാണ്. നന്ദിയില്ല മനുഷ്യൻ, നന്ദിയില്ല മനുഷ്യൻ. ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹു തആല പറയുന്ന, സഹോദരാ മോനെ, നീ നമസ്കരിക്കണേ, നമസ്കരിക്കണേ. നിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണത്. നിനക്കായുള്ള ആരോഗ്യം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തണേ. അല്ലാഹു നിനക്ക് പഞ്ചേന്ദ്രിയം നൽകിയില്ലേ? ഈ പഞ്ചേന്ദ്രിയത്തിലൂടെ പല ഗുണങ്ങളാണ് അല്ലാഹു നൽകിയത്. കണ്ണുകൊണ്ട് 3 ഗുണങ്ങളാണ്, കാതുകൊണ്ട് 4 ഗുണങ്ങളാണ്, മൂക്ക് കൊണ്ട് 4 ഗുണങ്ങളാണ്, നാവ് കൊണ്ട് 4 ഗുണങ്ങളാണ്, ശരീരത്തിന്റെ ടച്ചിങ്ങിലൂടെ ചർമ്മത്തിലൂടെ 2 ഗുണങ്ങളാണ്. അങ്ങനെ 2, 3, 4 ഒക്കെയായി അല്ലാഹു തആല നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് അനുഗ്രഹം ചെയ്തിട്ട് 5 നേരത്തെ നമസ്കാരത്തിലേക്ക് അല്ലാഹു നിന്നെ ക്ഷണിക്കുമ്പോ നമുക്ക് സമയമില്ല, നമുക്ക് സമയമില്ല, സമയമില്ല. ഈ സമയമില്ലാത്ത ഇവൻ രാവിലെ 3 മണിക്ക് വാഹനത്തിലൂടെ യാത്ര ചെയ്തിട്ട് അവൻ പൊള്ളാച്ചിയിലേക്ക് പോവുകയാ. എന്തിനാണെന്നറിയുമോ? കടയിലത്തേക്ക് സാധനം എടുക്കാനാണ്. കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്, ചെന്നൈയിലേക്ക് പോവുകയാണ്, കൊൽക്കട്ടയിലേക്ക് പോവുകയാണ്, ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. എന്തിനാണ്? കടയിൽ സാധനം എടുക്കാനാണ്. സുബൈക്ക് ബാങ്ക് വിളിക്കുന്നു, ളുഹറിന് ബാങ്ക് വിളിക്കുന്നു, അസറിന് ബാങ്ക് വിളിക്കുന്നു. നമസ്കരിക്കാൻ പോകാൻ അവനെ കൊണ്ട് സമയമില്ല, സമയമില്ല. കടയിൽ കച്ചവടം കിട്ടാൻ വേണ്ടി സാധനങ്ങൾ കുറഞ്ഞപ്പോ വണ്ടി എടുത്തിട്ട് ഉറക്കമിളച്ചിട്ട് ഇതാ ഓടുകയാ, കിലോമീറ്ററുകൾക്കപ്പുറം ഓടുകയാണ്. അല്ലാഹ്ക്ക് വേണ്ടിയല്ല, കച്ചവടത്തിന് വേണ്ടിയാണ്. അവിടെ അവൻ അപകടം സംഭവിച്ചാൽ അവിടെ കിടന്നിട്ട് വീട്ടിലുള്ള ഉമ്മയോടോ ഉപ്പയോടോ ഭാര്യമാരോടോ മക്കളോടോ പെട്ടെന്ന് വിളിച്ചു പറയുകയാണ്, അടുത്തുള്ള പള്ളിയിലെ ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയണേ, ഞാനിവിടെ ഒരു കുടുക്കിൽ പെട്ട് കിടക്കുകയാ, അപകടത്തിൽ പെട്ട് കിടക്കുകയാണ്, ഒന്ന് ദുആ ചെയ്യാൻ പറയണേ. നമസ്കരിക്കാത്തവനാണ്, നോമ്പെടുക്കാത്തവനാണ്, പള്ളിയുടെ തൊട്ടരികിൽ കിടന്നിട്ട് ബാങ്ക് വിളിച്ചിട്ട് പള്ളിയിൽ കയറാത്തവനാണ്. അപകടം പറ്റിയപ്പോ, രോഗം പിടിപെട്ടപ്പോ ആ പള്ളിയിലെ ഉസ്താദന്മാരോട് ദുആ ചെയ്യാൻ വിളിച്ചു പറയുന്നു. എന്റെ പൊന്നു സഹോദരാ, ആ ദുആ അല്ലാഹ്ക്ക് വേണ്ട കേട്ടോ. ആരോഗ്യമുള്ളപ്പോ എനിക്ക് അല്ലാഹ് വേണ്ട, ചാവാറായപ്പോ എനിക്ക് അല്ലാഹ് വേണം അല്ലേ? അല്ലാഹ് പൊട്ടന ചാവാറായപ്പം, നീ ചാവാറായപ്പോ ചത്തുപോകുന്ന കാണുമ്പം ഉടനെ വിളിച്ചു പറഞ്ഞ് ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. അറ്റാക്ക് വന്ന ആശുപത്രി കിടക്കുന്നവന് ദുആ ചെയ്യാൻ വേണ്ടി പള്ളിയിൽ കൊടുക്കുന്നത് 100 ഉലുവ, 100 ഉലുവ. ആശുപത്രിയുടെ ബില്ല് 10 ലക്ഷം. ഒരു പ്രശ്നവും ഇല്ല. എന്തിനാണ് നിങ്ങൾക്ക്? എനിക്കിതൊക്കെ ദേശീയമാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇനി എന്തെല്ലാം ഈ കുണാപ്പിനകത്തൂടെ കണ്ടിട്ട് പറഞ്ഞാൽ എനിക്കിതൊന്നും പേടിയൊന്നുമില്ല. ഞാൻ ഒരുത്തനെ വകവെക്കയില്ല. എന്റെ ശൈലി എങ്ങനെയാണ്? എനിക്കിനി ഏത് ചൊറിയാൻ പറഞ്ഞാലും, ചെറിയാൻ പറഞ്ഞാലും, ചക്കറിയ പറഞ്ഞാലും, കുക്കറിയ പറഞ്ഞാലും, അവന്റെ തന്ത പറഞ്ഞാലും എനിക്കിവിടെ ഒന്നൊരു പ്രശ്നവുമില്ല. ഞാൻ എന്റെ ദീന്റെ കാര്യം സത്യമായിട്ട് വിളിച്ചു പറയും. നമുക്ക് എന്തിനാ പ്രശ്നം? ഇവനൊക്കെയാണ് തീരുമാനിക്കുന്ന ദീന്റെ കാര്യങ്ങൾ. നമ്മളല്ല, അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ദീന. ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ചക്രിയയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പറയുന്നത്. ഈ ചക്രിയ ഇതിനകത്ത് ചൊറിയാൻ പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യമല്ലേ? മുസ്ലിമിങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ മുസ്ലിം കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ചക്രിയ മുസ്ലിം അല്ലല്ലോ. അവൻ എന്തിനാ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ പോണത്? നിസ്കാരത്തിന്റെ കാര്യം, നോമ്പിന്റെ കാര്യം, പെണ്ണുങ്ങളുടെ കാര്യം, കുടുംബ ജീവിതത്തിന്റെ കാര്യം, ഇതൊക്കെ നമ്മൾ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അവൻ മുസ്ലിം അല്ലല്ലോ. അവൻ എന്തിനാ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ വരുന്നത്? ഈ തൊപ്പിക്കാരൻ വന്ന് അവൻ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ വരുന്നത്? അവന്റെ വീട്ടിൽ പോയി അവന്റെ കെട്ടിയോൾക്ക് പോയി തൊപ്പിയിട്ട് കൊടുക്കട്ടെ. അവൻ നമ്മുടെ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവൻ നമ്മളെ കുറിച്ച് എന്താണ് ചർച്ച ചെയ്യുന്നത്? ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഖുർആനും ഹദീസും അല്ലാഹു റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിനകത്ത് ഹൂർലിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെ നിതംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ കുഴപ്പമായിപ്പോ? അത് പറയുമ്പോ മാത്രം നിനക്ക് എന്താ എത്ര പുളുത്തം? ഇതൊന്നും ഇല്ലാതെ തുറന്നു വെച്ചിട്ട് ഈ ടിവിയുടെ മുന്നിലിരുന്ന്, ഈ മീഡിയയുടെ മുന്നിലിരുന്ന് ഈ സാമാനം കാണിച്ചുകൊണ്ട് ഇന്റർവ്യൂ എടുക്കുന്നതിന് ഉമാർക്കൊന്നും ഒരു പ്രശ്നമില്ല. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. കീറിയ ഡ്രസ് ഇട്ട് നടക്കുന്നതിന് പ്രശ്നമില്ല. മലക്കച്ചവൻ കെട്ടിയിട്ട് നടക്കുന്നതിനും പ്രശ്നമില്ല. അതിനൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ട. പരിശുദ്ധമായ ഖുർആനിൽ ഹൂർലിങ്ങളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞപ്പോ ഇവന്മാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതെന്താ പ്രശ്നം? അതെന്താ സഹിക്കാൻ കഴിയാത്ത? അതെന്താ പ്രശ്നം? ഇത് നേരിൽ കാണുമ്പോ ഇവന്മാർക്കൊന്നും എന്താ ഇളകാത്തത്? ഇത് ഖുർആൻ പറയുമ്പോ മാത്രം എന്താ ഇവർക്ക് ഇത്ര പ്രശ്നം? ഹദീസ് പറയുമ്പോ മാത്രം എന്താ ഇവർക്ക് ഇത്ര പ്രശ്നം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഇസ്ലാമിനോടുള്ള ശത്രുതയാണ്. നമുക്ക് അല്ലാഹു സ്വർഗം തരും, നമുക്ക് ആഖിറത്തിൽ നല്ല വിജയമുണ്ട്, മുസ്ലിം സമുദായം ഐശ്വര്യമുള്ളവരാണ്, നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരാണ്, നമുക്ക് നല്ല ശുദ്ധിയുണ്ട്, വൃത്തിയുണ്ട്, വെടിപ്പുണ്ട്, സംസ്കാരമുണ്ട്, ബോധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ വൃത്തികെട്ട സമുദായമാണ് ഇതിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെ പരിശ്രമിക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മൾ ആരുടെ മുന്നിൽ മുലയും കാണിച്ചുകൊണ്ട് നടക്കാനൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല.
സ്വർഗത്തിന്റെ അവസ്ഥകൾ പറയുമ്പോൾ അല്ലാഹു തആല നമുക്ക് മനസ്സിന് റാഹത്തും സന്തോഷം ഉണ്ടാകാൻ വേണ്ടി സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി അല്ലാഹു തആല പറയുന്നു ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ എടുത്ത് പരിശോധിച്ചാൽ അത് തെറ്റാണെന്ന് ആർക്കെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഏത് മീഡിയക്കാരനാ വ്യാഖ്യാനിക്കാൻ പറ്റുക? അതിനകത്ത് പറയുന്ന കാര്യം അതിനെ ഒരിക്കലും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റൂല. അള്ളാഹു ഒരു ഹൂറികളെ കുറിച്ച് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റായിട്ട് തന്നെ നമ്മളത് അവതരിപ്പിച്ചു കൊടുക്കുകയും വേണം. ഒരിക്കലും അതിൽ നമുക്ക് മാറ്റിമറിക്കാൻ അവകാശമൊക്കില്ല. അത് ജൂതന്മാരുടെ സ്വഭാവമാണ് മാറ്റിമറിക്കുക എന്നുള്ളത്. ആയത്തുകൾ മാറ്റിമറിക്കുക, മറച്ചു വെക്കുക എന്നുള്ളത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കട്ടെ. എന്താ ഉഷാറില്ലേ ആർക്കും? നിങ്ങൾക്ക് ഉഷാർ പറയുന്നുണ്ടായിരിക്കും. മഴ അത് നിർത്തിയേക്കാം. ആൾക്ക് ദീൻ കേൾക്കാൻ താല്പര്യമില്ല. അതിനേക്കാൾ നല്ലത് മഴ പെയ്യലാണ് ഖൈർ. ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ ഇത്രയും ദീൻ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് വന്നിരുന്ന് ഇതിന് പ്രോത്സാഹനം നൽകണം, പ്രചോദനം കൊടുക്കണം. നമ്മുടെ ദീനിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ദീൻ കേൾക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. മുസ്ലിയാരെ നോക്കിയിട്ടല്ല വാത് കേൾക്കാൻ വരുന്നത്, മുസ്ലിയാരെ നോക്കിയിട്ടല്ല. അവിടെ പറയുന്നത് എന്താ? ഖുർആനും ഹദീസുമാണല്ലോ. ആ ഖുർആനും ഹദീസും പറയുമ്പോൾ ആ ഖുർആനും ഹദീസിനോടുള്ള ബഹുമാനം അത് ആര് പറഞ്ഞാലും അള്ളാന്റെ കലാമാണ്, നബിതങ്ങളുടെ വചനങ്ങളാണ് എന്നുള്ള നല്ല മനസ്സിന്റെ ആ ഒരു നല്ല നീയത്തോടു കൂടിയാണ് നമ്മൾ വന്നിരുന്ന് കേൾക്കേണ്ടത്. അല്ല മറ്റാരെയും തൃപ്തിപ്പെടുത്താനൊന്നുമല്ല. നിങ്ങൾ EP എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആൾ കൂടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് അതിനകത്ത് ആൾ കൂടുന്നത് കൊണ്ട് എനിക്ക് വലിയ ഫഖർ കൂടെയില്ല. എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമില്ല. എനിക്ക് 10,000 കണക്കിന് ആൾ കൂടുന്നത് കൊടുത്തൊന്നും എനിക്ക് വാതിന് ഉഷാർ കിട്ടുമൊന്നുമില്ല. എനിക്ക് 10 പേര് കിട്ടിയാൽ മതി. കേൾക്കാൻ താല്പര്യമുള്ള 10 പേര് തിൽക്കാശരത്തും കാമില്ല റാഹത്തായി അള്ളാന്റെ ദീൻ ഞാൻ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. എനിക്കതേ ഉള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും പേടിയൊന്നുമില്ല. ഞാൻ 30 വർഷം വാത് പറയാൻ തുടങ്ങി. 30 വർഷമായി. 1995 മുതൽ വാത് പറയാൻ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഇന്ന് വരെ നമുക്ക് ആള് കൂടുതലല്ല വിഷയം. പറയുന്നത് ഇച്ചിരി പച്ചയ്ക്ക് പറയണം, അത് കേൾക്കണം, പഠിക്കണം. എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല? അതാണ് നമ്മുടെ വിഷമം. എന്തുകൊണ്ട് ഇത്രയും കേട്ട് ഈ ഉമ്മത്തിന് മാറ്റം വരുന്നില്ലല്ലോ? അതുകൊണ്ട് ഈ ബാലിനോട് തന്നെ വെറുപ്പായി പോയി. ഹക്ക് പറയാണ്. ഇതിട്ട് അലക്കുമ്പോൾ നമ്മുടെ കൗമ എൻ്റെ പറയും കമന്റ്, ആ മൊയ്ലിയാരെ കുനിച്ചിരുത്തിയിടിക്കുക ആരുമില്ലല്ലോ. ആ മൊയ്ലിയാർക്ക് ഇവനെ കൊടുക്കാനേ, ഇവനൊക്കെ ഏതാടാ മൊയ്ലിയാർ? ആരാ പറയുന്നത്? ഒരു ജോസഫ് ഔസേപ്പോ അല്ല പറയുന്നത്, നമ്മുടെ കാക്കാമാര്. അതാണ് നമുക്ക് സഹിക്കാൻ ഒക്കാത്തത്. നമ്മുടെ കാക്കാമാര് പറയുന്നത്. എന്താ ഇവനൊക്കെ ബോധം കിട്ടുക? ഇവനൊക്കെ എന്താ ഏത് കാലത്ത് ഇവനൊക്കെ ബോധം കിട്ടുക? ഇവനൊക്കെ ചാവാറാകുമ്പോൾ ദ്വാരക്കണ്ട നമ്മളാണ്. ഇവൻ്റെയൊക്കെ ചത്തി ഇവൻ്റെ ശവം മുന്നിൽ കൊണ്ടുവരുമ്പോൾ അള്ളാഹു പറഞ്ഞ് കൈ കെട്ടിയിട്ട് അള്ളാഹു മഗ്ഫിറലഹു വറഹ്മു, പണ്ടാരക്കാലിന് പുറത്തോട് പടച്ചവന് എന്ന് പറയേണ്ടത് നമ്മളാണ്. ഇവനൊക്കെ നമ്മൾ എങ്ങനെ ദ്വാരക്കും മനസ്സ് തുറന്നിട്ട് എങ്ങനെ ദ്വാരക്കും കൊണ്ടുവരുന്ന ചത്ത് കഴിയുമ്പോൾ അവനല്ലേ കൊണ്ടുവന്ന് വെക്കുന്നത്? ഇവനൊക്കെയുള്ള മുസ്ലിയാക്കന്മാരെ കുറ്റം പറയാണ്. അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോൾ എന്തിനാണ് നീ എല്ലാം കുറ്റം പറയാൻ നിൽക്കുന്നത്? ഇസ്ലാമിനോ ശരീഅത്തിനോ എതിരായിട്ടാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഓക്കെ, നിനക്ക് കുറ്റം പറയാം, ആലിമിനെ ചോദ്യം ചെയ്യാം. ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞതെന്ന് ഇസ്ലാമിലുള്ള കാര്യം പറയുമ്പോൾ ചോദ്യം ചെയ്യാൻ ആരുള്ള അവകാശം? ആദ്യം നീ ദീൻ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.